ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അതായത് സെപ്റ്റംബർ 27 IT കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത് മെറ്റലാണ്. മെറ്റലിന് ഇന്ന് ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മെറ്റൽ സ്റ്റോക്കുകളായിട്ടുള്ള നാഷണൽ അലൂമിനിയം 4.4% വർധനവാണ് ഉണ്ടായത്. അതിൻ്റെ 52 വീക്സ് ഹൈയിലേക്ക് വന്നു. അതുപോലെ തന്നെ സെയില് 3.5% 144 വന്നു. ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന അവരുടെ റിസർവ് റേഷ്യോ കുറച്ചിരിക്കുന്നു. ക്യാഷ് ആയിട്ട് ബാങ്കുകൾ ഹോൾഡ് ചെയ്യേണ്ട പൈസയിൽ 50 ബേസിസ് പോയിൻ്റ് കട്ടാണ് വരുത്തിയിരിക്കുന്നത്. ഇതുവഴി ബാങ്കുകൾക്ക് കൂടുതൽ പൈസ എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റും. ജനങ്ങൾക്ക് കൂടുതൽ പണം ലോണായിട്ടും മറ്റുമായിട്ട് എടുക്കാൻ പറ്റും. ഇതുവഴി അവർ സ്പെൻഡിങ് കൂടും. ലോകത്തിലെ ഏറ്റവും വലിയ മെറ്റൽ മാർക്കറ്റാണ് ചൈന. അതുകൊണ്ട് തന്നെ മെറ്റൽ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിരിക്കും. ഹൗസിംഗ് ഡിമാൻഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. CLHയുടെ റിപ്പോർട്ട് പ്രകാരം 3 ഇന്ത്യൻ കമ്പനികൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഒന്ന് വേദാന്ത, മറ്റൊന്ന് ഹിൻഡാൽകോ, അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ. ഇത്രയും കമ്പനികൾ ഹിൻഡാൽകോയിൽ 16%, ടാറ്റ സ്റ്റീലിൽ 19%